ദുബായിൽ നിന്നും ജയ്പൂരിലേക്കുള്ള ഒരു യാത്ര. ജയ്പൂർ എന്താണെന്ന് മനസ്സിലാക്കാൻ അധിക ദൂരം സഞ്ചരിക്കേണ്ടി വന്നില്ല. ഫ്ലൈറ്റ് ഇറങ്ങിയ കാണുന്ന ഈ ചുമർചിത്രം മാത്രം മതി ജയ്പൂർ എന്താണെന്നറിയാൻ. അതിമനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്ന ഈ ചുമർചിത്രത്തിലൂടെ ജയ്പൂർ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. ഈ ചുമർചിത്രങ്ങളോടുകൂടിയാണ് നമ്മളെ ജയ്പൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു ഈ ചിത്രങ്ങൾ. ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന തീരുമാനിച്ചു. വളരെ മനോഹരമായൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സംഗീതവും ആ ഒരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ഫീല് നമുക്ക് തന്നിരുന്നു. അവിടെ മിക്ക ഹോട്ടലുകളിലും ഈ ഇത്തരത്തിലുള്ള സംഗീത പരിപാടികളിലൂടെയാണ് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. അന്വേഷിച്ച് പറഞ്ഞത് എല്ലാ ഹോട്ടലുകളിലും നിന്നുള്ള കലാപരിപാടികളും. ജയ്പൂരുകാർ സ്പൈസി ഫുഡിന് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. നാടൻ ഫുഡുകളും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഫുഡുകളും അവിടെ കിട്ടിയിരുന്നു. നമ്മുടെ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള സംഭവങ്ങളുമെല്ലാം നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിന് വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. സംഗീത പരിപാടികളും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫീൽ നല്ലൊരു തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ജയ്പൂർ സിറ്റി കാണാനായിട്ട് ഇറങ്ങി. ഇരുവശങ്ങളിലും പഴയ കാലത്തെ കെട്ടിടങ്ങൾ, ഒരുപാട് കാലപ്പഴക്കങ്ങൾ തോന്നിക്കുന്ന ഈ കെട്ടിടങ്ങൾക്കിടയിലൂടെ പോകുന്ന ആളുകൾ, രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കുകൾ, ആ തിരക്കുകളിൽ കൂടെ നമ്മളും ഒരു യാത്ര. ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു കളർ, ഓറഞ്ച് പിങ്ക് കലർന്ന ഈ ഒരു കളറാണ് മിക്ക ബിൽഡിങ്ങുകളിലും മതിലുകളിലും എല്ലാം കണ്ടിരുന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കളറാണ് ജയ്പൂരിൻ്റെ വെൽക്കം കളർ എന്നറിയപ്പെടുന്നത്. ഈ സിറ്റി എന്ന് പറയുന്നത് പിങ്ക് സിറ്റി അല്ലെങ്കിൽ ടെറാക്കോട്ട എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെട്ടിരുന്നത്. ഈ സ്ഥലങ്ങളിലെ ഈ ബിൽഡിങ്ങുകൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു തന്നത്. ഈ കെട്ടിടങ്ങളുടെ താഴെയായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. ജയ്പൂരിൻ്റെ തനതായിട്ടുള്ള വസ്ത്രങ്ങളും സാധനങ്ങളും കരകൗശല വസ്തുക്കളും കാര്യങ്ങളെല്ലാം വിൽക്കപ്പെടുന്ന ഒരു നീളത്തിലുള്ള കുറേ കടകളും കാര്യങ്ങളുമാണ് ഞാനിവിടെ കണ്ടിരുന്നത്. ഒരുപാട് കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് തീരാനായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. പക്ഷെ അത് ഇന്നും നിലനിന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അറിഞ്ഞത് ഈ ബിൽഡിങ്ങുകൾക്ക് കളർ ചേഞ്ച് വരുന്നില്ല. ഇത്രയും കാലങ്ങളായിട്ട് ഈ ബിൽഡിങ്ങുകൾക്ക് ഇതേ കളറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റാനുള്ള അനുവാദം അവർക്ക് ഇല്ല. അത്യാവശ്യം തിരക്കേറിയ ഈ ഒരു സിറ്റിയിലൂടെ ഞങ്ങൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഈ സ്ട്രീറ്റിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ഈവനിങ്ങിലാണ് കുറച്ച് കൂടിയിട്ട് ഈ സ്ട്രീറ്റ് നന്നായിട്ട് ആക്റ്റീവായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ കുറേ ഓഫീസുകളും ഷോപ്പുകളും ആളുകൾ താമസിക്കലും കാര്യങ്ങളും എല്ലാം ഈ ഒരു കെട്ടിടങ്ങളിൽ ഉണ്ട്. ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് തുണിക്കടകൾ, പിന്നെ ജയ്പൂരിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇതിൻ്റേതായിട്ടുള്ള ഒരുപാട് കടകളും കാര്യങ്ങളും ഈ സ്ട്രീറ്റിൽ തന്നെ ഉണ്ട്. സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും, പച്ചക്കറി എന്തൊക്കെ വേണം അതെല്ലാം ഈ ഒരു സ്ട്രീറ്റിൽ വന്നാൽ കിട്ടും. അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു ഇത്. ഒരുപാട് കാലപ്പഴക്കമുള്ള ബിൽഡിങ്ങുകളായതുകൊണ്ടാവും അത്രയ്ക്കങ്ങ് സ്പേഷ്യസ് ആയിട്ടോ അങ്ങനത്തൊന്നും നമുക്ക് തോന്നുന്നില്ല. ഭയങ്കര ഇടുങ്ങിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതൊരു ചെറിയൊരു ഈ സ്ട്രീറ്റ് കഴിഞ്ഞ ഉടനെ കാണുന്ന ഒരു ഏരിയയാണ്. ഈ ഏരിയയിൽ ഈ കാണുന്നത് ഒരു അമ്പലമാണ്. അമ്പലങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഓഫീസുകൾക്കും എല്ലാം ഒരേ നിറം. ഓരോ
സ്ട്രീറ്റുകളിലായിട്ടും ഓരോ ഇതിലായിട്ടും അവിടെ അമ്പലങ്ങളുണ്ടായിരുന്നു. കൂടുതൽ അമ്പലങ്ങളാണ് ജയ്പൂരിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടുത്തെ ഓട്ടോ ഒരു പ്രത്യേകത ഇതുണ്ട്. ഇവിടെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ടാക്സിയാണ്. 4-5 പേര് ചേർന്ന് പോകുന്ന ഒരു ഇതാണ്. ഈ കാണുന്നതാണ് ഈ സ്ട്രീറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ, ഹവാ മഹൽ. ഇതവിടുത്തെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ മെയിൻ ഇതാണ്. ഈ സംഭവം ഇത്രയും ഇതാവാൻ ഇതിൻ്റെ സ്ട്രക്ചർ, ഇതുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ തന്നെ വയ്യ. അത്രയും മനോഹരം. ഇത് ഈവനിങ് ലൈറ്റ് അറേഞ്ച്മെൻറ്റോടുകൂടി ഇത് കാണുന്ന സമയത്ത് അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വണ്ടികളെല്ലാം പരസ്പരം മുട്ടി പോകുന്നത് പോലെ തന്നെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷെയർ ടാക്സി. ഒരു ഓട്ടോയിൽ 4-5 പേര് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കോ കുറേ സ്ഥലങ്ങളിൽ പോകുന്ന ഒരിത്. ഈ ഓട്ടോയ്ക്ക് നമ്മുടെ നാട്ടിലെ ഓട്ടോയിനേക്കാൾ ഒരു പ്രത്യേകത ഉണ്ട്. വളരെ മെലിഞ്ഞൊരു ഓട്ടോ ആണ് ഇത്. ചെറിയൊരു ഇടവഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ജയ്പൂരിലെ ബസ്സും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലതൊക്കെ പോലെയുള്ള ഒരു ഏരിയ അങ്ങനെ പറയാം. ഈ സ്ട്രീറ്റ് മുഴുവൻ ചുറ്റപ്പെട്ടിരിക്കുന്നത് ഇതുപോലുള്ള ഗേറ്റുകൾക്കുള്ളിലാണ്. ഇതുപോലെ ഓരോ 4 സ്ഥലങ്ങളിലുമായിട്ട് ഇങ്ങനെ ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ആ സ്ട്രീറ്റിലേക്ക് കടക്കുന്നതും പുറത്തിറങ്ങുന്നതൊക്കെ. ഇങ്ങനെ ഓരോ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒരേ ഒരു കളറാണ്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ വാളുകൾക്കെല്ലാം ഒരേ ഡിസൈൻസുമാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഈ ഒരു ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്റർ നമ്മൾ ഉള്ളിലോട്ടങ്ങ് പോയായിരുന്നു. നമ്മളിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്നത് പോലെയായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര. അങ്ങനെ ആ ഒരു ഇതിലോട്ട് ഇങ്ങനെ പോയി കുറേ നേരം നമ്മളൊരു ഗ്രീനറിയും കാര്യങ്ങളും ഇതെല്ലാം കണ്ട് നമ്മളൊരു കുന്നിൻ്റെ മുകളിലൊരു അട്രാക്ഷൻ, ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഒരു പാലസ്. അതിമനോഹരം തന്നെ എന്ന് പറയാം. ഇതിൻ്റെ ചുറ്റും മറ്റൊന്നുമില്ല, ഒരു കൊട്ടാരം മാത്രം, ചുറ്റും മലകൾ, നല്ല ഗ്രീനറി, നല്ലൊരു സ്ഥലം. ഇതാണ് ആംബർ പാലസ്. ജയ്പൂരിൽ 3 രാജാക്കന്മാർ രാജഭരണം കാഴ്ചവെച്ചിരുന്ന ആംബർ പാലസ്. 137 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു കൊട്ടാരത്തിൽ 3 രാജാക്കന്മാർ ഭരിച്ചിരുന്നു. ദുൽഹാറായ് സിംഗ്, റായ്മീൻ സിംഗ്, ജയ് സിംഗ്, ഇങ്ങനെ 3 രാജാക്കന്മാരായിരുന്നു ഇവിടുത്തെ പണ്ട് ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ജയ്പൂരിൽ ഫേമസ് ആയിട്ടുള്ള 3 അനിമൽസാണ് നമ്മുടെ ക്യാമലും ഹോഴ്സും എലിഫൻറ്റും. ഇത് കൂടുതലും നമ്മുടെ ജയ്പൂർ കിങ്ങിനായിട്ട് ലാസ്റ്റത്തെ കിങ്ങിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എലിഫൻറ്റും, ഫസ്റ്റത്തെ കിങ്ങിന് കൂടുതലും ഹോഴ്സും. പിന്നെ ഇവിടെ ജയ്പൂർ പാതി ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് ക്യാമലും ഇവിടെ കൂടുതലായിട്ടും കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരത്തിലേക്ക് കടക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മീനാക്കാരി, അതായത് ജ്വല്ലറി മേക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും അവിടെ ഉള്ളത്. അവരുടെ കൈത്തൊഴിൽ, ഇപ്പോൾ ചെരുപ്പ്, വള, മാല, കമ്മൽ, അങ്ങനെയുള്ള ജ്വല്ലറി കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളാണ് ഇതിന് ചുറ്റും ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാജഭരണം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആളുകളുടെ തലമുറക്കാർ തന്നെയാണ് ഇന്നും ആ സ്ഥലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം. നല്ലൊരു പ്രൗഢ ഗംഭീരമായിട്ടുള്ളൊരു കൊട്ടാരം തന്നെയാണ് ഇത്. പിന്നെ ഇവിടെ ഈ രാജാക്കന്മാരെല്ലാം രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഹിന്ദു മുസ്ലിം കൾച്ചർ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ജീവിത രീതിയും എല്ലാം കൊണ്ടുപോയിരുന്നത്. ഹിന്ദു മുസ്ലിം കൾച്ചർ രണ്ടും മിക്സ് ചെയ്തിട്ടാണ്. അത് നമുക്ക് ആ കൊട്ടാരത്തിനകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ വഴി പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം കൊട്ടാരത്തിലേക്ക് കിടക്കാനായിട്ട് ഉണ്ടായിരുന്നു.
നമ്മൾ ആ വഴി തന്നെ പോകണം. പിന്നെ ഇപ്പോൾ ഈ കൊട്ടാരം ഈ ഒരു ഏരിയ മൊത്തം യുനെസ്കോൻ്റെ അണ്ടറിലാണ് ഈ ഒരു ഏരിയ മൊത്തം ആക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ തലമുറക്കാരാണെന്ന് പറഞ്ഞാൽ അവർ ഈ സ്ഥലം വിട്ട് വേറെ അങ്ങോട്ടും പോകാറില്ല അത്ര തലമുറകളായിട്ട്. പിന്നെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ അവർ ആ വീടുകൾ ചേഞ്ച് ചെയ്യല്ല. ഇപ്പോഴാണ് ഇപ്പോൾ 1-2 വീടുകളായിട്ട് പുതിയ വീടുകളായിട്ട് പണിതിരിക്കുന്നത്. ഇപ്പോഴും അന്ന് പണ്ട് കാലത്ത് നിലനിന്ന ആ വീടുകളിലാണ് ഇന്നും ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകളും അവിടെ താമസിക്കുന്നത്. അവരുടെ കൈത്തൊഴിൽ തന്നെയാണ് അവരിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര 15-16 തലമുറകളായി അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഇവർ ഇപ്പോഴും അന്നത്തെ ആ ഒരു കൾച്ചറും അതും എല്ലാം ഫോളോ ചെയ്ത് തന്നെയാണ് ആ ഒരു വീടിന് ഒരു ചേഞ്ചസും വരുത്താതെ തന്നെ അവരവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഭാഷകളും അവർ സംസാരിക്കും. ഇംഗ്ലീഷും ഹിന്ദി അപ്പോൾ വിദേശികൾ വന്നതിന് സ്പാനിഷോ എന്ത് വേണമെങ്കിലും അവർക്കത് അറിയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് അമ്പലങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. ഒരുപാട് വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളും അല്ലാണ്ട് ചെറിയൊരു ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഈ കൊട്ടാരത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഗൈഡും കാര്യങ്ങളും നമ്മളെ ഇതാക്കാൻ വേണ്ടി നിൽക്കുന്നു. ഓൾറെഡി നമുക്കൊരു ഗൈഡ് ഉള്ളത് കൊണ്ട് നമ്മളാരെയും ഇതാക്കിയിരുന്നില്ല. നമ്മുടെ കാറിൽ തന്നെ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രീറ്റിൽ, അതായത് ഈ ഒരു കൊട്ടാരത്തിന് ചുറ്റുമുള്ള ഈ ഒരു സ്ട്രീറ്റിൽ 365 അമ്പലങ്ങളുണ്ടായിരുന്നു. 365 ടെമ്പിൾസ് ഈ ഒരു ചുറ്റുവട്ടത്തിലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതാകുന്നത്. പിന്നെ ഇവിടുത്തെ സ്ത്രീകൾ ഉടുത്തിരുന്ന സാരികൾ, അത് ഇപ്പോഴും ഇവിടുത്തെ ആളുകൾ അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ നോർമലി നമ്മളുടെ വീട്ടിലെല്ലാം അമ്മമാരും സാരി ഉടുക്കുന്നത് 6 മീറ്റർ സാരിയാണ്. എന്നാൽ ഇവർ യൂസ് ചെയ്യുന്നത് 9 മീറ്റർ സാരി വെച്ചിട്ടാണ് അവരത് ഉടുക്കുന്നത്. പിന്നെ പണ്ട് കാലത്ത് സ്ത്രീകൾ മുഖം കാണിച്ചിരുന്നില്ല അത്ര. സ്ത്രീകൾ പുറത്ത് വരികയോ ഒരു സഭയിൽ വരികയോ ഒന്നും ചെയ്തിരുന്നില്ല. ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് മാത്രം അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് അവർ ഒരു വർഷത്തിൽ 1-2 തവണ മാത്രം പുറത്തിറങ്ങും. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അവർ വീട്ടിനകത്ത് തന്നെയാണ്. മുഖം മുഴുവൻ അടച്ചിട്ടാണ്. മുഖം ആരും കാണില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന ഈ കെട്ടിടങ്ങളും ഇതും എല്ലാം ഓൾമോസ്റ്റ് 1000 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളുമാണ്. അദ്ദേഹം നമുക്കതിനെ കുറിച്ചിട്ടുള്ള എല്ലാം വിശദീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോഴാണ് ഇപ്പോൾ 1-2 വീടുകളൊക്കെ ഇങ്ങനെ പുതിയതാക്കിയിട്ട് പണിതിട്ടുണ്ട്. എന്നാലും മാക്സിമം വീടുകളും പഴയ തന്നെ ഇന്നും പഴയ ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് അവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഈ ചുമരും ഇതൊക്കെ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1000 വർഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയത്ത് പണി തീർത്ത സംഭവങ്ങളൊക്കെയാണ് അത്ര. ഇവിടുത്തെ ആളുകളെ ഈ ജ്വല്ലറി മേക്കിങ് ഇതിലെല്ലാം ജയ്പൂർ എന്ന് പറയുന്നത് ഭയങ്കര പ്രശസ്ത. ഈ ജ്വല്ലറീസും പിന്നെ കൈനോട്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പ്രശസ്തമാണ്. അവരുടെ ഡ്രസ്സ് ഇതൊക്കെ. ഈ ബിൽഡിങ്ങാണ് ഞാൻ പറഞ്ഞത് 1000 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിരുന്ന ബിൽഡിങ്ങും വീടുമൊക്കെയാണ്. കുറച്ചുകൂടി മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇതൊക്കെ കാണുന്ന സമയത്ത് കുറച്ചുകൂടി അതിനെ ഒന്നുകൂടി അതിനെ ഒന്ന് ഇതാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത്രയും ചരിത്രപരമായിട്ടുള്ളൊരു ഇതായത് ഇതാണ് ഇപ്പോഴൊക്കെ പുതിയതായിട്ട് കെട്ടിയിരിക്കുന്ന വീടും ഇതൊക്കെ. പക്ഷെ അതിനും ഇതിലായിട്ട് അവർ പഴയ കാലത്തുള്ള അതിനെ അവർ അതേപോലെ സംരക്ഷിച്ച് വരുന്നതും ഉണ്ട് കേട്ടോ പുതിയ ആൾക്കാർ. ഈ ഇത്രയും പരിമിതികൾക്കുള്ളിൽ അവർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ കൈത്തൊഴിലുകൾ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്ത്രീകൾ ജോലിക്ക് പോവില്ല, അങ്ങനെ ഒരു ഇത് കേട്ടായിരുന്നു.
അവർ പുറം ലോകം കണ്ടിരുന്നില്ല. അവർക്ക് സ്ത്രീകൾ മുഴുവനും മുഖം മൂടി അവർ വീട്ടിനകത്ത് അവരുടെ കുടുംബവും നോക്കി ഇരിക്കുന്ന ഒരു കൾച്ചറായിരുന്നു പണ്ട് നിലനിന്നിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നെല്ലാം അത്യാവശ്യം ആളുകൾ പുറത്തിറങ്ങാനും പോകുന്നുണ്ട്. എങ്കിലും മാക്സിമം ആളുകളും ഇന്നും ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നത്, നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. വർഷത്തിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് മാത്രം അവരുടെ ലെഹങ്ക അങ്ങനെയുള്ള ഇതെല്ലാം ഇട്ടിട്ട് അവർ പുറത്തിറങ്ങും. അതുമാത്രമാണ് അവർ ലോകവുമായിട്ട് അവർക്ക് ബന്ധമുള്ള. അന്ന് മാത്രമാണ് വേറൊരു ഫാമിലി അവർ കണ്ടിരുന്നതും അങ്ങനെയൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നത്. ഇതെല്ലാം അവരുടെ വീടും ഇതെല്ലാം വീടിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ അവരുടെ സ്ഥാപനങ്ങളും ഉൾക്കൊണ്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെ ജ്വല്ലറി മേക്കിങ് കാര്യങ്ങളുമായിട്ട് ഫ്രണ്ടിൽ ഷോപ്പും ബാക്കിൽ അവരുടെ താമസം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകളിൽ അവിടുത്തെ ബിൽഡിങ്ങുകളിലും ഇതിലും നമ്മൾ ഒരു മാറ്റം കണ്ടിരുന്നത്. ഇത്ര ഒരു സാധാരണ ഒരു കുഞ്ഞു ഗ്രാമം, വലിയ ഡെവലപ്മെൻറ്റ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഇന്നും ആ ഒരു കൾച്ചർ തന്നെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു ഗ്രാമം. അവിടെയുള്ള ആളുകൾ സംസാരിച്ചിങ്ങനെ വയസ്സായ ആളുകൾ സംസാരിച്ചിങ്ങനെ ഇരിക്കാറുണ്ട്. ഇതെല്ലാം ഇതാകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 365 അമ്പലങ്ങൾ ഈ ഒരു പരിസരത്ത് മാത്രമായിട്ടുണ്ട്. എല്ലാ കുറേ ദൈവങ്ങളുടെ പേരൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഓരോ ദൈവങ്ങളുടെ ഇതിലുമായിട്ട് അവിടെ ഈ ഒരു ചുറ്റുമായിട്ട് ഇത്രയും അമ്പലങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് പറയണത്. സ്ഥിതി ചെയ്തിരുന്നല്ല, ഇപ്പോഴും ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പലതും ആ ഒരു കാലപ്പഴക്കം കാരണം പലതും ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇതായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഒരു വലിയൊരു ചരിത്രത്തിനുള്ളിലോട്ടാണ് ഈ പോകുന്നതെന്ന് അവിടെ എത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പാലസും ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു പാലസിൽ ഇരിക്കുന്ന സ്ഥലവും കാര്യങ്ങളും എന്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരതിനെ ഡെവലപ്പ് ആക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇന്നും ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ അത് അന്ന് എങ്ങനെയാണോ നിലനിന്നത് അതേപോലെ തന്നെ ഇന്ന് കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവരുടെ പണ്ടത്തെ ആ ഒരു വീടും ഒരു ഇതൊക്കെയാണ് ഈ കാണുന്നത്. പലതും ഇടിഞ്ഞു പൊളിഞ്ഞ് ശേഷിച്ചൊന്നും ഇതില്ല. എന്നാലും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അതിന്നും അവിടെ സൂക്ഷിക്കുന്നു എന്നുള്ളത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പാലസ്, എംപയർ പാലസ് എന്ന് പറയുന്നത്, ഈ പാലസ് ഈ മുകളിൽ കാണുന്ന അതൊരു മതിലാണ്. ചൈനയിലെ വൻമതിൽ പോലെ തന്നെ ഇവിടെയും ഒരു മതിലുണ്ട്. ഈ മതിൽ കോട്ടയ്ക്കുള്ളിലാണ് ഈ കൊട്ടാരവും ഈ ഒരു ഏരിയയും നിലനിന്നിരുന്നത്. ഈ ഒരു 12 കിലോമീറ്റർ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 12 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഇതിലാണ് ഈ സ്ഥലം. ഇതൊരു അമ്പലമാണ്. ഇത് എന്താണ്, ശിവൻ്റെ അമ്പലമാണെന്നാണ് ഓർമ്മയിൽ വരുന്നത്. ആ ഒരു അമ്പലവും അതിൻ്റെ പരിസരവും ഈ ഒരു ഇതും ഒരു അമ്പലം. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ കൊട്ടാരത്തിലോട്ട് അങ്ങനെ പാലസിലോട്ട് അങ്ങനെ കയറുമായിരുന്നു. കയറുന്ന വഴി ഒരുപാട് ആളുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വലിയ വലിയ കല്ലുകൾ, നല്ലൊരു കല്ല് ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് അവർ ആ ഒരു പാത്ത് നമുക്ക് കൊട്ടാരത്തിലേക്ക് കടക്കാനുള്ള ഒരു പാത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് കാലത്തുണ്ടായിരുന്ന മൺ ചുമരുകളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല സ്ട്രോങ്ങും കാര്യങ്ങളും ആക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വർഷം നിലനിന്ന് പോവില്ലല്ലോ. ഇത് രാജാവ് കുളിച്ചുകൊണ്ടിരുന്ന കുളമാണത്രേ. അന്ന് രാജാവും ഇവിടെ അന്ന് നല്ല ഹൈറ്റിൽ തന്നെ വെള്ളം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരുന്നു രാജാവിൻ്റെ കുളിസ്ഥലവും കാര്യങ്ങളും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്ന് ഇതാക്കിയിട്ട് കൊട്ടാരത്തിലോട്ട് കടക്കും. അങ്ങനെയാണ് ഇത് കൊട്ടാരത്തിൻ്റെ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്. നല്ല ചുറ്റും ഒരു മതിൽക്കെട്ടുകളുടെ ഉള്ളിലൂടെ
ഒരു കവർ ചെയ്തിട്ടുകൊണ്ടാണ് ഈ ഒരു കൊട്ടാരം തോന്നുന്നത്. അങ്ങനെ കൊട്ടാരത്തിനകത്തേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇതുപോലെ കാണാനും ഇതുമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടുത്തെ മതിലുകൾക്കും വാളുകൾക്കും എല്ലാത്തിനും ഒരു ഡിസൈൻ തന്നെയാണ്, ആ ഒരേ കളറ് തന്നെയാണ്. വെൽക്കം കളർ എന്നാണ് ഈ കളറിന് ഇവർ പറയപ്പെടുന്നത്. ഇവിടുത്തെ രാജാക്കന്മാർ 3 രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഇതാണ് കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ നെടുമുറ്റമാണിതെന്ന് പറയുന്നത്. ഇവിടെയാണ് ആളുകൾ വരുന്നതും രാജാവിനെ കാണാനായിട്ട് വരുന്നതും എന്നൊക്കെ ആയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കാറ്റുമായിരുന്നു. നല്ല ഒരു അന്നത്തെ കാലത്ത് ആ ഒരു ഇത് വെച്ചിട്ടാണ് അവരെല്ലാം ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്നുണ്ട്. ഈ ഒരു ഓരോ ചുമരുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെയും ആ കൊട്ടാരത്തിനകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിൽ ഇതൊരു ക്ഷേത്രം, അതിനകത്തേക്ക് കയറാൻ അനുവാദമില്ലായിരുന്നു. ഞങ്ങൾ നേരെ മുകളിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴി അദ്ദേഹം നമ്മളോട് രാജാവിൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഒഫീഷ്യലി രാജാവിന് 12 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു രാജാവ് 12 കല്യാണം കഴിക്കാമെന്നാണ് ഒഫീഷ്യലി ഇതുള്ളത്. ഇതെന്ന് പറയുന്നത് രാജാവും മന്ത്രിമാരും എല്ലാവരും കൂടി മീറ്റിംഗ് കൂടുന്ന ഒരു സ്ഥലം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇതെന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം കൾച്ചർ ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഇതാണെന്ന്. അതിന് ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ തൂണുകളിലെല്ലാം മുകളിലായിട്ട് ഹിന്ദു കൾച്ചറിൻ്റെ പ്രതീകമായിട്ട് ഉള്ള ആനയുടെ ആ ഒരു ശില്പം എല്ലാ തൂണുകളുടെ മുകളിലും അവർ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു മുസ്ലിം കൾച്ചറിൻ്റെ ആ ഒരു ഇത് ഇതാക്കാനായിട്ട് തൂണുകളിലെ ഏറ്റവും താഴെയായിട്ട് മുസ്ലിം ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ചിഹ്നം അത് അവർ കൊടുത്തിരുന്നു, അത് ഇതാക്കിയിരുന്നു. ഈ ഒരു 2 കൾച്ചറിനെയും ജോയിൻ്റ് ആക്കിയിട്ടാണ് ഈ ഒരു രാജകുടുംബം ആ സമയത്തുണ്ടായിരുന്ന രാജഭരണം അവർ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നത്. ആ ഒരു ഇത് അവരുടെ ഈ ഒരു കൊട്ടാരത്തിൽ ഇതായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് കൊട്ടാരത്തിൻ്റെ ആ മുകൾ വശത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. മനോഹരം തന്നെയായിരുന്നു. ആ മുകളിൽ കാണുന്ന ആ ഒരു ചുറ്റുമതിൽ, ഞാൻ പറയില്ല, ആ ചുറ്റുമതിലിൻ്റെ ഈ ഒരു മലൻ്റെ മുകളിലുള്ള ഈ ചുറ്റുമതിലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കോട്ടയും ഈ ഒരു കുഞ്ഞു ഗ്രാമവും എല്ലാം നിലനിന്നിരുന്നത്. നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു കുഞ്ഞ് കുളവും പിന്നെ കുറച്ച് ഗ്രീനറി, കുറച്ച് പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു കാഴ്ച ആസ്വദിക്കാൻ നല്ലൊരു ഇതുണ്ടായിരുന്നു. ഇത് അവിടുത്തെ അടുത്തൊരു പ്രത്യേകതയാണ്. ഈ കൊട്ടാരത്തിൽ ഈ ഒരു പെയിൻറ്റിങ്സ് എല്ലാം നാച്ചുറൽ പെയിൻറ്റിങ്സ് ആയിരുന്നു. അതായത് നാച്ചുറൽ വെജിറ്റബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു കളർ ചെയ്തിരിക്കുന്നത്. അന്ന് കാലത്ത് ഈ ഒരു പെയിൻറ്റിങ്സും കാര്യങ്ങളും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചിത്രങ്ങളെല്ലാം അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ ജയ്പൂർ എന്ന് പറയുന്നത് ഈ സ്റ്റോൺസും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ടൈൽസും ഇതിനൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണല്ലോ. അതുകൊണ്ട് ഗോൾഡ് എല്ലാം ഈ ഒരു പിക്ചറിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർമൽ ഒറിജിനൽ ഗോൾഡ് വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതവിടുത്തെ ഗ്ലാസ് കൊട്ടാരം, അങ്ങനെ എന്തോണ് ഗ്ലാസ് കൊട്ടാരം, ഗ്ലാസ് റൂം അങ്ങനെ എന്തോണ് ഇതിനെ പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞത് വേനൽക്കാലങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിൽ ഈ ഒരു ഇവിടെ കർട്ടൻ അവരുടെ ആയിട്ട് ആ മാറ്റ് ഇട്ടിട്ട് ഇതിനകത്തിരുന്ന രാജാവ് ആരാണ് ആ കുടുംബത്തിലുള്ള ആൾക്കാർ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഈ മെഴുകുതിരിയുടെ ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിക്കും ഗ്ലാസ് ഹൗസ് ഇതിന് പേര് പറയുന്നത്. ആ റിഫ്ലക്ഷനുള്ള ഇതിലാവുന്ന സമയത്ത് ആ കൊട്ടാരം ആ ഒരു റൂം മൊത്തം വെളിച്ചവും ചൂടും നിലനിന്നിരുന്നു. തണുപ്പ് കാലത്ത്
അവർ ചെയ്തിരുന്ന ഒരു ഐഡിയ ആയിരുന്നു അത്ര ഇത്. നല്ല രസമാണ്. ഫുള്ള് ഗ്ലാസ്സുകൾ പതിപ്പിച്ചിട്ട് നല്ല കൊത്ത് ഡിസൈൻസിലൂടെ ഇതാക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ തന്നെ. തണുപ്പ് കൂടുതലുള്ള സമയത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രാജാവിന് 12 ഭാര്യമാർ ഒഫീഷ്യലി ഉണ്ടായിരുന്നു, അൺഒഫീഷ്യലി വേറെ ഇതുണ്ട്. ഈ 12 ഭാര്യമാർക്കും 12 മുറികളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവർ തമ്മിൽ പരസ്പരം അങ്ങനെ കാണുകയും സംസാരിക്കുകയും ഒന്നും ചെയ്യാറില്ല. ഈ വർഷത്തിലിങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളും വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് വെച്ച് അവർ ജോയിൻ്റ് ആവും, അവിടെ നിന്ന് സംസാരിക്കും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു തനതായ കലാരൂപമായി ഈ ഒരു പാവക്കൂത്ത് ഡാൻസിൽ ഒരു ഇത് കണ്ടായിരുന്നു. അവർ പാട്ടൊക്കെ പാടി അവർ ആ ഒരു ഡാൻസിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതാക്കുന്നായിരുന്നു. വളരെ രസം തോന്നിയായിരുന്നു. നമ്മളത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വലിയ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അവർ ഈ ഒരു പാത്ത് ഇതാക്കിയിരുന്നത്. കല്ലും മണ്ണും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പാത്ത് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങും കാര്യങ്ങളും ആണ് കേട്ടോ ഈ ഒരു ഇതെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് അത് എത്രമാത്രം ഇതായിരുന്നു എന്നുള്ള എത്ര പൊക്കത്തിലായിരുന്നു അവരത് കൊണ്ടുവന്നിരുന്നത്. ഇത് രാജ്ഞിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന പെട്ടിയായിരുന്നു, ഗോൾഡൊക്കെ ഇട്ട് വെച്ചിരുന്ന പെട്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതടുത്ത് അങ്ങ് വരുന്ന സമയത്ത് ഒരു കഥ പറയായിരുന്നു. പാവക്കൂത്തിലൂടെ അവരൊരു കഥയും പാട്ടുമൊക്കെ ആയിട്ട് അവർ ഡാൻസിലൂടെ അതൊരു ഇതിൽ പറയുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഒരു ഡാൻസും ആ ഒരു പാട്ടും അവരുടെ ഇതുമെല്ലാം. ഇതാണ് ശരിക്കൊരു ആ കൊട്ടാരം. ആ കൊട്ടാരവും ആ ഒരു മണ്ഡപവും ആ ഒരു പഴയകാല ഓർമ്മയെ നമുക്ക് എന്താ ഒരു രാജാവൻ ഒരു കഥ പറയുന്ന പോലെ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു തന്നപ്പോൾ ശരിക്കും ഒരു ഇത് തോന്നി. ഈ ഭാര്യമാരിൽ നിന്നെല്ലാം ഈ ജനലിലൂടെ മാത്രമാണ് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരുന്നത്. 12 ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ ഭാര്യയ്ക്കും ഭാര്യയുടെ മക്കൾക്കും മാത്രമാണ് അടുത്ത അനന്തവകാശിയായിട്ട് സ്ഥാനമുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളവർക്കെല്ലാം ഓരോ സ്ഥാനം ഉണ്ടാവും. തോഴി, ഡാൻസേഴ്സ്, അങ്ങനെ ഭടന്മാർ അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ മക്കൾക്കും അങ്ങനെ ഇതായിട്ട് സ്ഥാനം ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ ഭാര്യയ്ക്കും ആദ്യത്തെ ഭാര്യയുടെ മകനുമാണ് അടുത്ത രാജാവാകാനുള്ള ഒരു ഇത്. അത് ആദ്യത്തെ ഭാര്യയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ, ബാക്കിയുള്ളവർക്ക് അതിനുള്ള അവകാശമില്ല. ഈ കാണുന്ന ഈ ഡോമിലാണ് രാജാവും രാജ്ഞിയും വന്ന് പ്രജകളെ കാണാൻ നിൽക്കുക. ബാക്കിയുള്ള ഭാര്യമാരും ഇവരൊക്കെ ഈ ഒരു ജനൽ വഴിയിലൂടെ ഉള്ളിലൂടെ നോക്കുകയാണ് അത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ആളുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. ഈ കൊട്ടാരം ഒരുപാട് ജോലിക്കാരും കാര്യങ്ങളും എല്ലാവരും താമസിക്കും എല്ലാം ചെയ്ത ഒരു ചരിത്രം ഇറങ്ങുന്ന ഈ മണ്ണിലൂടെ നല്ല രസത്തോടു കൂടിയിട്ട് തന്നെ ആ ഒരു മലകൾക്കിടയിലൂടെ ഈ ഒരു കൊട്ടാരമുണ്ട്. ഇതെന്ന് പറയുന്നത് അവിടുത്തെ രാജസ്ഥാൻ സംഗീതമാണെന്ന് തോന്നുന്നു, എനിക്കിത് അറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സംഗീതം കേൾക്കാൻ തന്നെ. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ഈ ഒരു നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും ആ ഒരു ചൂടത്ത് ഇവർ ഈ ഒരു സംഗീതം നമുക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്ന സമയത്തുണ്ടല്ലോ നല്ലൊരു റിലാക്സിങ് തന്നെ തോന്നിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു പഴയ ഉപകരണം ഉപയോഗിച്ചാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഒരു പഴയ ഉപകരണം ഉപയോഗിച്ചിട്ട് അവർ ആ ഒരു സംഗീതം, അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ആ തലയിൽ ആ ഒരു അവരിരിക്കുന്ന ഒരു രീതിയിൽ എല്ലാത്തിലും ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു ഇത് തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളങ്ങ് ഇറങ്ങുമ്പോൾ പണ്ട് കാലത്ത് ഒരു വീടായിരുന്നു. അന്നെല്ലാം ജോയിൻറ്റ് ഫാമിലി അല്ലേ. ഈ ഒരു വീട്ടിലൊക്കെ 40-45 ആളുകളും താമസിച്ചിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കെട്ടിടങ്ങളും കാര്യങ്ങളുമാണ് ഇതെല്ലാം. ഇതൊക്കെ ഇന്നും അവർ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി മെയിൻറ്റെയിൻസ് ആവാമെന്ന് എനിക്ക് തോന്നി. ബട്ട് ഓക്കെ, അത് അങ്ങനെ തന്നെ, അതെങ്ങനെയാണോ അതിലൊന്നും ഒരു ഇതും വരുത്താതെ മനുഷ്യൻ ഇപ്പോഴത്തേതൊന്നും വരുത്താതെ നിലനിന്ന് പോകുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ജയ്പൂർ സ്പെഷ്യൽ താലിയാണ് ഓർഡർ ചെയ്തത്. അവിടുത്തെ മനസ്സിൽ ജയ്പൂരുകാർ സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഈ ഒരു താലിയാണ് കഴിച്ചത്. ഇവിടെയും ആ ഒരു സംഗീതം